കുറ്റിപ്പുറം കാർത്തല ചുങ്കം സ്പിന്നിംഗ് മില്ലിന് സമീപം യുവാവ് ക്വാറിയിൽ മുങ്ങിമരിച്ചു. തിരുനാവായ കന്മനം സ്വദേശി മേലേടത്ത് വളപ്പിൽ സഹൽ എന്ന 23-കാരനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് സംഭവം. 4 കൂട്ടുകാരുമായി പ്രവർത്തനം അവസാനിപ്പിച്ച കരിങ്കൽ ക്വാറിയിൽ കുളിക്കാനെത്തിയതായിരുന്നു സഹൽ. സമീപം കന്നുകാലിയെ മേയ്ക്കുകയായിരുന്ന പ്രദേശവാസി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാക്കൾ അനുസരിക്കാതെ ക്വാറിയിൽ ചാടുകയായിരുന്നുവെന്ന് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3:15 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ള ഈ ക്വാറിയിലേക്ക് നമ്മുടെ വൈരങ്കോട് അടുത്ത് പാറക്കൽ സ്വദേശി, അതായത് അല്ലൂരിൻ്റെ അടുത്ത് കുട്ടികൾ കുളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെനക്കൽ ഈ പ്രദേശത്തുള്ള ഒരു സഹോദരൻ പിന്നെ ഇവിടെ കന്നുകാലിന് നോക്കിയിരുന്നു. അവ കുട്ടികളെ കണ്ടേക്ക് തന്നെ പറഞ്ഞു ചാടല്ലി നടത്തി. അങ്ങനെ 2 കുട്ടികൾ അപ്പോൾ തന്നെ ചാടി. മൊത്തം 5 പേരായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കുട്ടി മുകളിലേക്ക് പൊന്തി. രണ്ടാമത്തെ പയ്യൻ സഹല് എന്ന് പറഞ്ഞ കുട്ടി വെള്ളത്തിൻ്റെ അടിയിൽപ്പെട്ടു, മുകളിലേക്ക് പൊന്തിയില്ല. ഉടനെ തന്നെ കുറ്റിപ്പുറം CIനെ വിവരം അറിയിക്കുകയും CI ഉടനെ തന്നെ തിരൂരിലെ സ്കൂബ ടീം അറിയിക്കുകയും അവർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂബ ടീം ഇവിടെ എത്തി. മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ മുങ്ങി ഒരു 20 മിനിറ്റ് കൊണ്ട് കുട്ടി നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ സാധിച്ചു. എടുത്തതിൻ്റെ ശേഷം നിർഭാഗ്യവശാൽ കുട്ടി CPR കൊടുത്തു നോക്കി. അവർ ഏകദേശം 1.5 മണിക്കൂറോളം കുട്ടി വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നതല്ലേ. നിർഭാഗ്യവശാൽ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കുട്ടിയെ ജില്ലാ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ നാട്ടുകാരായ ആളുകൾ ഉടനെ തന്നെ ഈ ഹുസൈൻ എന്ന് പറഞ്ഞ സഹോദരനാണ് ഇത് കണ്ടത്. അവനാണ് നിർദ്ദേശിച്ചതും ചാടല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളല്ലേ 22 വയസ്സായിട്ടുള്ളൂ ചാടി. ഉടനെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരും കോറയിൽ എത്തുകയും ഈ കരിങ്കൽ കോറയിൽ എത്തുകയും അവരെ കൊണ്ട് ആകുന്ന വിധമൊക്കെ അവര് മുങ്ങി നോക്കി. 5 ആളുടെ താഴ്ചയിലാണ് വെള്ളം കെടുക്കുന്നത്. അവരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. നല്ലവണ്ണം ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ കുട്ടിയെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. പിന്നെ ഈ പ്രദേശത്തൊക്കെ കോറികളാണ്. അറിയാത്തവര് കുട്ടികളൊക്കെ ഇപ്പൊ ഈ കോറിയിലേക്ക് ആരും വരവില്ല. എങ്ങനെ നിർഭാഗ്യവശാൽ ഈ സമയമുണ്ടല്ലോ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രദേശത്തൊക്കെ ആരും ഇത്ര ഒഴിഞ്ഞു കിടക്കുന്ന കോറിയിലേക്ക് വരരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അപകടം അറിഞ്ഞ ഉടനെ പ്രദേശവാസികൾ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കുറ്റിപ്പുറം പോലീസും തിരൂരിൽ നിന്നുള്ള സ്കൂബ ഡൈവർമാർ അടക്കമുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ന്യൂസ് ഡെസ്ക് D4 News.